നമുക്ക് മലയാളം സംസാരിക്കുമ്പോൾ മറ്റൊരു ലാംഗ്വേജിലോട്ട് ചേഞ്ച് ചെയ്ത് ലഭിക്കുന്നതിനായിട്ട് നമുക്ക് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഉപയോഗിക്കാവുന്നതാണ്. വളരെ ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണ്. നമുക്ക് പരിചയമില്ലാത്തൊരു ലാംഗ്വേജിലെ ഒരാളുമായിട്ട് നമുക്ക് സംസാരിക്കേണ്ടി വന്നാൽ ഈ ഒരു ആപ്ലിക്കേഷൻ വളരെയധികം നമ്മളെ സഹായിക്കും. ഇതെങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയതിന് ശേഷം ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഡൗൺലോഡ് ചെയ്യാം, അത് ഇൻസ്റ്റാൾ ചെയ്യാം. അതിനുശേഷം ഇവിടെ വോയിസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ ടൈപ്പ് ചെയ്ത് ലഭിക്കുന്നതാണ്. ഇവിടെ ഞാനിപ്പോൾ മലയാളം കൊടുക്കാം. ഇതിന് ശേഷം ഒന്ന് പറഞ്ഞു നോക്കാം. നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ ടൈപ്പ് ചെയ്ത് ലഭിക്കുന്നതാണ്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്ത് ലഭിക്കുന്നതാണ്. ഓക്കെ, ഇവിടെ ഞാൻ വോയിസ് ക്ലിക്ക് ചെയ്തിട്ട് പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കിട്ടുകയും അതിൻ്റെ ഇംഗ്ലീഷ് വെർഷൻ എനിക്കിവിടെ കിട്ടുകയും ചെയ്തു. ഇവിടെ നോക്കിയാൽ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് മലയാളം കാണാം, റൈറ്റ് സൈഡിൽ ഇംഗ്ലീഷ് എന്ന് കാണാം. ഇതിനെ നമുക്ക് ഏത് ലാംഗ്വേജിലോട്ട് വേണമെങ്കിലും ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് പരിചയമില്ലാത്തൊരു ലാംഗ്വേജിലാണ് നമുക്ക് സംസാരിക്കേണ്ടി വന്നാലും മലയാളത്തിൽ പറയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് മറ്റൊരു ലാംഗ്വേജിൽ കൺവേർട്ട് ആവും. ഇത് രണ്ടുപേർ തമ്മിലുള്ള കോൺവെർസേഷൻ ആണെങ്കിൽ ഇവിടെ രണ്ടാമത്തെ ഓപ്ഷനിൽ കോൺവെർസേഷൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ പറയുന്ന കാര്യങ്ങളെല്ലാം മറ്റൊരു ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്ത് ലഭിക്കുന്നതാണ്. After the Congress takes over, all the other things that are being said here will be made to another. ഓക്കെ, നമുക്കൊരു മറ്റൊരു ടെസ്റ്റ് റൺ ചെയ്ത് നോക്കാം. നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? Where do you come from? നിങ്ങൾ എപ്പോഴാണ് പോകുന്നത്? When are you going? ഓക്കെ, ഈ പറഞ്ഞിരിക്കുന്ന പോലെ ഓരോന്നും നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ മറ്റൊരു ലാംഗ്വേജിലോട്ട് അത് കൺവേർട്ട് ആകുകയും തിരിച്ച് ഇംഗ്ലീഷിൽ പറയുന്നത് മലയാളത്തിലോട്ട് പറഞ്ഞ് ലഭിക്കുകയും കിട്ടും. അപ്പോൾ നമുക്ക് ഏത് ഭാഷയിൽ നിന്ന് ഏത് ഭാഷയിലോട്ട് വേണമെങ്കിലും നമുക്കിവിടെ കൺവേർഷൻ ചെയ്യുവാനായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ ക്യാമറ എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. ഈ ക്യാമറ നമ്മൾ എടുത്തതിന് ശേഷം നമ്മൾ ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് ടെസ്റ്റ് എഴുതി കാണിച്ചാൽ ആ ടെസ്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് മലയാളത്തിലേക്ക് വരുന്നതായിട്ട് കാണാം. നമുക്കൊരു ടെസ്റ്റ് റൺ അതിനായിട്ടും കൂടെ നോക്കാം. ഇപ്പോൾ ഇംഗ്ലീഷിലുള്ള ഒരു കണ്ടൻസ് ഞാനിവിടെ ക്യാമറയുടെ മുമ്പിൽ കാണിക്കുന്നു. അപ്പോൾ ഇത് എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. കണ്ടോ, ഞാൻ ഇത് ശരിക്കും ഇംഗ്ലീഷ് കണ്ടൻറ്റാണ്, ബട്ട് അതിന് നമ്മൾ ഈ മലയാളമായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് നമുക്കിവിടെ കഴിയും. നമ്മളിവിടെ ജസ്റ്റ് എടുത്ത് കാണിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മലയാളം വാക്കുകൾ ഇവിടെ വരുന്നതായിട്ട് കാണാം. ഉണ്ടോ? അപ്പോൾ നമ്മൾ ഈ ഫോട്ടോ കാണിക്കുന്നതനുസരിച്ച് അതിൻ്റെ മലയാളത്തിൽ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ അറബിക്കിലോ മറ്റേതെങ്കിലും ലാംഗ്വേജിൽ പുറത്തെ രാജ്യങ്ങളിൽ നമ്മൾ പോകുമ്പോൾ പോലും ആ ബോർഡുകൾ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് മലയാളത്തിൽ വായിക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഇവിടെ നിന്ന് ഇൻഫർമേഷൻ എടുക്കാനായിട്ട് കഴിയും. അപ്പോൾ നമുക്കൊരു ഇമെയിൽ വരികയാണെങ്കിലും ആ ഇമെയിലിനെ നമ്മുടേതായിട്ടുള്ള ഭാഷയിൽ നമുക്ക് കൺവേർട്ട് ചെയ്ത് വായിക്കാനും ഇത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് കമൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇവിടെ അറിയിക്കാം. ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പുതുതായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.